മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങളിൽ നിന്ന് മണിപ്പൂർ ഇനിയും മോചിതമായിട്ടില്ല എന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്ന് വീണ്ടും വരുന്നത്. ഇത്തവണ ഹൃദയഭേദകമായൊരു വാർത്തയാണ് ജനങ്ങളെ തെരുവിലിറക്കിയിരിക്കുന്നത്. 2 പിഞ്ചു കുട്ടികളുടെ കൊലപാതകത്തെ തുടർന്ന് മണിപ്പൂരിലെ താഴ്വാര ജില്ലകൾ 5 ദിവസത്തേക്ക് പൂർണ്ണ ഹർത്താലിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ജനരോഷം ഇത്രയധികം ഇരമ്പുന്നത്? ഏപ്രിൽ 7-ന് ബിഷ്ണുപൂർ ജില്ലയിലെ ട്രോങ്ലൌബിയിൽ നടന്ന ഒരു ബോംബാക്രമണമാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് ആധാരം. ഒരു റോക്കറ്റ് ആക്രമണത്തിൽ 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അവരുടെ മാതാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കുറ്റവാളികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഏപ്രിൽ 19 മുതൽ 5 ദിവസത്തെ ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇംഫാൽ വെസ്റ്റ് ഉൾപ്പെടെയുള്ള മണിപ്പൂരിലെ താഴ്വാര പ്രദേശങ്ങൾ ഇപ്പോൾ നിശ്ചലമാണ്. ജനരോഷം തണുപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് ദാസ് സമരസമിതിയുമായി ചർച്ചകൾ നടത്തി. കുറ്റവാളികളെ 2 മാസത്തിനകം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റം വരുത്തുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബിഷ്ണുപൂർ മേഖലയിലെ കേന്ദ്രസേനയെ മാറ്റി സംസ്ഥാന സേനയെ വിന്യസിക്കുമെന്നും കൊല്ലപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ സംശയമുള്ള 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ജനങ്ങൾക്ക് ഈ ഉറപ്പുകളിൽ പൂർണ്ണ വിശ്വാസമില്ല. ഹർത്താൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഏപ്രിൽ 18-ന് ഇംഫാൽ വെസ്റ്റിൽ പ്രതിഷേധക്കാർ നടത്തിയ ടോർച്ച് റാലിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇതേ ദിവസം തന്നെ നാഷണൽ ഹൈവേ 202-ൽ ഒരു മുൻ സൈനികൻ ഉൾപ്പെടെ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. താങ്കൂൾ നാഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ കൂക്കി വിഭാഗവും നാഗ വിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിന് വീണ്ടും തീപിടിക്കുമോ എന്ന ഭീതിയിലാണ് ഭരണകൂടം. പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: കുട്ടികളെ കൊലപ്പെടുത്തിയ കുറ്റവാളികളെ ഏപ്രിൽ 25-നകം പിടികൂടുക, സായുധ സംഘങ്ങൾക്കെതിരെ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുക, വീഴ്ച വരുത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, അതിർത്തി മേഖലകളിൽ കേന്ദ്രസേനയ്ക്ക് പകരം സംസ്ഥാന പോലീസിനെ വിന്യസിക്കുക. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് സിവിൽ സൊസൈറ്റി സംഘടനകളുടെ തീരുമാനം. മണിപ്പൂർ സമാധാനത്തിലേക്ക് മടങ്ങുന്നു എന്ന് കരുതുമ്പോഴെല്ലാം പുതിയ ആക്രമണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. നിഷ്കളങ്കരായ കുട്ടികളുടെ മരണം ആ നാടിനെ വീണ്ടും വിഭജനത്തിലേക്കും ഭീതിയിലേക്കും തള്ളിയിട്ടിരിക്കുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമോ? മണിപ്പൂർ പഴയ സമാധാനത്തിലേക്ക് എന്നെങ്കിലും മടങ്ങി വരുമോ? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.